ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ട്രഡീഷനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് ഇറച്ചിപ്പത്തൽ എന്നാണ് പറയുന്നത്. ചില ഭാഗങ്ങളിൽ കക്കറൊട്ടി, കുഞ്ഞപ്പം, ആണപ്പത്തൽ അങ്ങനെ പല പേരിലാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറച്ചിപ്പത്തൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 2 കപ്പ് പച്ചരി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല ചായക്കൊക്കെ തിളക്കുമ്പോൾ അത്രയും തിളക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുഴുങ്ങലരി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ അരിക്ക് വെള്ളത്തിൻ്റെ ചൂട് വ്യത്യാസം വരും. നമുക്ക് 4 മണിക്കൂർ കുതിരാൻ വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം കുറച്ച് മാത്രമേ ചേർക്കാവൂ. മല്ലിയിലൊക്കെ ഇടുമ്പോൾ അപ്പോൾ മല്ലിയിലെ ആ ഒരു ടേസ്റ്റ് കാണൂല പെരിഞ്ജീരകം കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുതിനയില, കുറച്ച് മല്ലിയില, ഒരു ഉള്ളിയുടെ പകുതി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് അരക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഒരു പ്രാവശ്യം അരക്കാൻ കഴിയില്ല. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ദോശക്കൊക്കെ അരക്കും പോലെ അരച്ചെടുക്കാം. നമ്മൾ അരി ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ പതലിനൊക്കെ ഉണ്ടാക്കുന്ന ആ മാവിൻ്റെ ആ ഒരു പാകത്തിലേക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. ഇനി നമുക്കിത് ആവിയിലേക്ക് വേവിച്ചെടുക്കണം. അതിന് പറ്റിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. ത്തിലുള്ള കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു 8 പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരു 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വേവിക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുക. കുറച്ച് പുതിനയില, ഒരു 10 അണ്ടിപ്പരിപ്പ്, 1 ടീസ്പൂൺ കസൂർ മേത്തി. കസൂർ മേത്തി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി.
ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ കറി ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ കറി ഉണ്ടാക്കാം. അതിനോട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അപ്പം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ലോയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് ലോയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം റെഡിയായി. ഞാനിപ്പോൾ ഇത് ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കനിൽ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരുത്താം. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.